വ്യാജരേഖ ചമച്ച് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കടന്നുകളഞ്ഞ മലയാളികൾക്കെതിരെ ഗൾഫിലെ വിവിധ ബാങ്കുകളിലെ മാനേജർമാർ നെടുമ്പാശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴി നൽകി. വായ്പ സംബന്ധിച്ച നിരവധി രേഖകളും തെളിവുകളും ബാങ്ക് അധികൃതർ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് വായ്പയെടുത്ത് കടന്നുകളഞ്ഞ കൂടുതൽ മലയാളികൾക്കെതിരെ പോലീസ് കേസെടുക്കാൻ സാധ്യതയുണ്ട്. ഗൾഫ് മേഖലയിലെ ബാങ്കുകളിൽ നിന്നും വ്യാജരേഖ ചമച്ച് വായ്പയെടുത്ത ശേഷം കടന്നുകളഞ്ഞ 46 മലയാളികൾക്കെതിരെ സംസ്ഥാന പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ 19 കേസുകൾ ക്രൈംബ്രാഞ്ചിന്റെ നെടുമ്പാശ്ശേരി യൂണിറ്റാണ് അന്വേഷിക്കുന്നത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്ക് അധികൃതരിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു. ഗൾഫിൽ നിന്നും വിവിധ ബാങ്കുകളുടെ 5 മാനേജർമാർ ഇന്നലെ നെടുമ്പാശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴി നൽകി. വായ്പ സംബന്ധിച്ച വിവിധ രേഖകളും ഇവർ ക്രൈംബ്രാഞ്ചിന് കൈമാറി. We can't really talk about it. We are just giving our documents to the CID, and our attorneys and the lawyers will speak about the case. We have submitted the evidence, so some more documents are being submitted today. So these documents will be examined by the officials, and our attorneys and lawyers will further assist us in the case. വരും ദിവസം പ്രതിസ്ഥാനത്തുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നീക്കം തുടങ്ങി. വായ്പയെടുത്ത് കടന്നുകളഞ്ഞവർക്കെതിരെ പരമാവധി തെളിവുകൾ ഗൾഫിലെ ബാങ്കുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വരും ദിവസം കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. സാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.